ഫിസിക്കൽ ബോഡിയെ മാത്രം എക്സസൈസിന് വിധേയമാക്കുന്നത് കൊണ്ട് നമ്മൾ എംപവേർഡ് ആവില്ല. മൈൻഡിനെയും നമ്മൾ എംപവർ ചെയ്യണം, സോളിനെയും നമ്മൾ എംപവർ ചെയ്യണം. ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ എപ്പോഴാണോ ഒരാൾക്ക് കിട്ടുന്നത് അപ്പോഴാണ് അയാൾ പീക്ക് പെർഫോമൻസിലേക്ക് മാറുന്നത്. ചിലപ്പോഴെങ്കിലും തോന്നില്ലേ, ഐ റിയലി വോണ്ടഡ് ടു ഡു ഇറ്റ്. പക്ഷെ ചിലപ്പോൾ കുറേ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇതൊരു ലൈഫിനൊരു സുഖമില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാറില്ലേ? കാരണം നമ്മൾ എവിടെയോ ഈ 3 ഫാക്കൽറ്റിയിൽ ഏതൊക്കെയോ ഫാക്കൽറ്റിയിൽ നമ്മളിപ്പോഴും വി ഹാവ് ബീൻ എംപവേർഡ്. അപ്പം നമ്മളെ എംപവർ ചെയ്യണമെങ്കിൽ ഈ 3 ഏരിയയിലും നമുക്ക് വ്യക്തമായ എക്സസൈസ് പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ കാണുന്നതിന് മാത്രം വിശ്വസിക്കാൻ പഠിപ്പിച്ച ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോഡക്ട്സ് ആണ്. കാണുന്നത് മാത്രം നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് പടച്ചോനെന്ന് ചിലർക്ക് വിശ്വാസം ഇല്ലാത്തത്. കാണിച്ചോ അവിടെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കാനുള്ള കാരണം കാണുന്നതേ വിശ്വസിക്കാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടാ. യഥാർത്ഥത്തിൽ ഐ എം ടെല്ലിങ് യു, നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അകത്ത് ഞാൻ വിശ്വസിക്കുന്നതാണ് പുറത്ത് ഞാൻ കാണുന്നത്. നിങ്ങൾ കാണുന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് മനസ്സുണ്ട്, അപ്പോൾ നിങ്ങളുടെ മനസ്സിന് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ നോൺ ലോക്കൽ ഡൊമൈൻ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം. യുവർ മൈൻഡ് ഈസ് ദെയർ. അത് ഇവിടെയാണോ എവിടെയാണോ എന്ന് നിങ്ങൾ കണ്ടോളും. പക്ഷെ ആദ്യം വിശ്വസിക്കണം. നിങ്ങൾക്കൊരു മനസ്സുണ്ട്, ആ മനസ്സിന് ഒരു ആരോഗ്യമുണ്ട്. ഉടുക്കാൻ ഒരു തുണിയും കിടക്കാൻ ഒരിടവും കഴിക്കാൻ കുറച്ച് ആഹാരവും ഉണ്ടെങ്കിൽ ലോകത്തിലുള്ള 75% ആൾക്കാരെക്കാളും റിച്ചാണ് നമ്മൾ. കാരണം ലോകത്തിലുള്ള 75% ആൾക്കാർക്ക് ഇതൊന്നുമില്ല. 3 ബില്യൺ ആൾക്കാരെക്കാൾ ഫോർച്ചുനേറ്റും ലക്കിയാണ് നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. 3 ബില്യൺ ആൾക്കാരെക്കാൾ ലക്കിയും ഫോർച്ചുനേറ്റ് ആണ് നിങ്ങൾ. കാരണം 3 ബില്യൺ ആൾക്കാർക്ക് കാഴ്ചയുമില്ല, കേൾവിയില്ല. നമ്മൾ നമ്മുടെ സക്സസ് റിയലൈസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്. ആർ വി നോട്ട് ഗ്രേറ്റ്ഫുൾ? ചോദിക്കണം നമ്മളോട്. വി നീഡ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ വർക്ക് വി ഹാവ്, the job we have, the family we have, the place we have, the shirt we have, the customers we have. ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് മാത്രമേ നമുക്ക് ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രേറ്റ്ഫുൾ ആയാൽ മാത്രമേ ഗ്രേറ്റ്നെസ്സിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ല ഇൻ ശകറത്തും ല അസീദന്നക്കും. ഗോഡ് സെഡ് ദിസ്. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ, ബൈബിൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതൂ, എഴുതിയവൻ ഓടും. സ്റ്റീവ് ഹാർവേ ആൾ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. 300 ആഗ്രഹങ്ങൾ എഴുതാൻ പറയാം ആള്. 300 ആഗ്രഹങ്ങൾ എഴുതുക, എന്നും രാവിലെ അത് നോക്കുക. ആള് പറയുന്നത് 1 വർഷത്തിനകത്ത് അതിൽ 30 എണ്ണം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാവും. ഇത് പറയുന്നത് ജീവിതത്തിൽ പരാജയപ്പെട്ട് അടിച്ച് ഓഫായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ഒരുത്തനല്ല. സ്റ്റീവ് ഹാർവേ, മില്യണയർ, മൾട്ടി മില്യണയർ. ഹീസ് എൻ അമേരിക്കൻ ഹോസ്റ്റ്. UAE ഒരു അംബാസിഡറാണ്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ഒരു രാജ്യത്തിൻ്റെ അംബാസിഡർ വന്ന് പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. അദ്ദേഹം കോട്ട് ചെയ്തത് വേദഗ്രന്ഥമാണ്, ബൈബിളാണ്. ബൈബിൾ പറയുന്നത് എന്താണ്? ഹെബെക്ക പറയുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതൂ, എഴുതിയവൻ ഓടും, എഴുതിയവൻ ഓടി മുട്ടും, മുട്ടുവിൻ തുറക്കപ്പെടും, തുറന്നിരിക്കും. ചുമ്മാ സമയം കളയാൻ വേണ്ടി വെറുതെ ചുമ്മാ നോക്കിയിട്ട് പോവാൻ. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു, കസ്റ്റമറെ കണ്ടുടനെയോ ചുമ്മാ സമയം കളയാൻ വേണ്ടി വെറുതെ ചുമ്മാ നോക്കിയിട്ട് പോവാൻ. സത്യമായിരിക്കും, ആൾ വന്ന് വെറുതെ നോക്കിയിട്ട് പോകും. അതാണ് എൻ്റെ മനസ്സിൽ ചിന്തയായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ അയാൾ അവിടെ വന്ന് നോക്കിയിട്ട് പോവും. നമുക്ക് ചുറ്റും സാഹചര്യങ്ങൾ അനുകൂലമാവും. എന്തിന്? അയാളെ പറഞ്ഞുവിടാൻ. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ് ഇത് സാധിക്കും, അയാളൊരു ഡയമണ്ട് അടിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. സാധ്യതകളുണ്ട്. 100% അല്ല കേട്ടോ, 80%. ഒരു കാര്യം നടക്കില്ല എന്ന് ചിന്തിച്ചാൽ നടക്കാതിരിക്കാൻ 100% സാധ്യതയും, ഒരു കാര്യം നടക്കുമെന്ന് ചിന്തിച്ചാൽ 80% സാധ്യതയുണ്ട്. ഞാൻ 100% പറയില്ല കേട്ടോ. നടക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 100% നടക്കുമെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. ഒരു 80% വരെ നടക്കും. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാലം. ഒരു ഉപ്പ പ്രായമായി ഇപ്പൊ ജനലിന്റെ അരികിലിരിക്കുക. മോനടുത്ത് വന്നപ്പോ ഉപ്പ ചോദിക്കും, ആ ജനലിന്റെ അടുത്ത് എന്താ മോനെ ചോദിക്കും. മോൻ പറയും, ഉപ്പ അതൊരു കാക്കയാ ഉപ്പ എന്ന് പറയും. ഉപ്പ ചോദിക്കുക, അതെന്താ ഉപ്പ? അത് കാക്കയാ ഉപ്പ. വീണ്ടും ഉപ്പ ചോദിക്കുക, എന്തായിരുന്നു? അപ്പൊ വീണ്ടും മോൻ പറയും, അത് കാക്ക ഉപ്പ.
ടോൺ മാറിയിട്ടാ. വീണ്ടും ഉപ്പ ചോദിക്കും അതെന്താ മോനെ, പിന്നെ ടോൺ മാറി, ബോഡി ലാംഗ്വേജ് മാറി, ആക്ഷൻ മാറി, വേർഡ് മാറി. ഈ ഉപ്പയെ തിരിച്ച് റൂമിൽ വന്നിട്ട് ഉപ്പയുടെ ഒരു പഴയ ഡയറി എടുത്തിട്ട് തുറന്ന് വായിക്കുന്നുണ്ട്. അതിനകത്ത് ഉപ്പ എഴുതിയത്, നിന്റെ മോന് 4 വയസ്സായി, നിന്റെ മോൻ ആദ്യമായിട്ട് കാക്കയെ കണ്ടു. അപ്പൊ അതെന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ അത് കാക്കയാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും എന്റെ മോൻ ഉപ്പ അതെന്താന്ന് ചോദിച്ചു. 35 പ്രാവശ്യം അവൻ എന്നോട് ആ കാക്കയെ കുറിച്ച് ചോദിച്ചു. ഓരോ പ്രാവശ്യം അവൻ ചോദിക്കുമ്പോഴും എന്റെ മനസ്സിൽ സന്തോഷം കൂടി വരുമായിരുന്നു. അത്രയും അവൻ അറിയുന്നല്ലോ, അത്രയും ചോദിക്കുന്നല്ലോ, എനിക്ക് സ്നേഹം അടക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടികൾ ഇമോഷണലി ഇന്റലിജന്റ് ആണ്. ഒരു ആണിനേക്കാൾ ഇമോഷണൽ സ്ട്രെങ്ത് ഉള്ള ഒരു സൃഷ്ടി സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഒരു പുരുഷന് ഒരു സ്ട്രെസ്സോ ടെൻഷനോ വന്നാൽ പോയി സിഗരറ്റ് വലിക്കും. ഒരു 5% സ്ത്രീകൾ ചിലപ്പോൾ സിഗരറ്റ് വലിക്കുമായിരിക്കും. പക്ഷെ പൊതുവെ 95% സ്ത്രീകളും സിഗരറ്റ് വലിക്കില്ല. ടെൻഷൻ വന്നാൽ, അവർക്ക് വിഷമം വന്നാൽ അവർ ബാറിൽ പോയി സ്മോൾ അടിക്കില്ലല്ലോ. ഇന്നത്തെ ജനറേഷനിൽ പല ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവായിരിക്കും. പക്ഷെ പൊതുവെ എടുത്തു നോക്കിയാൽ പുരുഷന്മാർ വൈകാരികമായി ഫെയിൽ ആവുന്നിടത്ത് സ്ത്രീകൾ വൈകാരികമായി സ്ട്രോങ് ആണ്. ഇനി രണ്ടാമത് അവരെല്ലാം മൾട്ടി ടാസ്കേഴ്സ് ആണ്. എനിക്കറിയില്ല, ഞാനൊരു പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ലാപ്ടോപ്പിൽ ഒരു വേറൊരു കാര്യം ചെയ്യണമെങ്കിൽ ഐ ബി സ്റ്റോപ്പ്. ഞാൻ ഇത് നിർത്തിയിട്ട് അത് ചെയ്യും. നേരെ മറിച്ച് എന്റെ വൈഫാണെങ്കിൽ ഓഫീസിലെ ലാപ്ടോപ്പിൽ വർക്ക് ഫ്രം ഹോമും ചെയ്യും, അറ്റ് ദ സെയിം ടൈം എന്റെ ഡ്രസ് അയൺ ചെയ്യും. ഇത് നമുക്ക് പറ്റില്ല. നമ്മുടെ ഉമ്മമാരെ ഒന്ന് എടുത്തു നോക്കി. ഉമ്മമാര് അടുക്കളയിൽ പണി ചെയ്യും, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും, അപ്പൊ ഫോണിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, കുട്ടികൾ, വീട്. 1400 വർഷം മുമ്പ് മക്ക കണ്ട ഏറ്റവും വലിയ ബിസിനസ് വുമൺ ആരായിരുന്നു ചോദിച്ചാൽ പ്രവാചകന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു ആരായിരുന്നു? അവര് മക്ക കണ്ട ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. എങ്ങനെ? പാരന്റ്സിൽ നിന്ന് കിട്ടിയ പൈസ അല്ല, അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. അവർ ഹാർഡ് ഏൺഡ് ആയിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ബിൽഡ് ചെയ്ത ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു മക്കയിൽ. ഇസ്ലാമിക ചരിത്രം എടുത്ത് നോക്കിയാൽ യുദ്ധങ്ങളിൽ പോലും സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. യുദ്ധത്തിന് പങ്കെടുക്കാം, പുറത്തു പോയി ആരെ പേടിക്കാനായിട്ട് ഒരു തൊഴിലെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ തോട്ട് മാത്രമാണ്. അതിനെ ഈ പറഞ്ഞ വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികളുടെയൊക്കെ മനസ്സിൽ എന്താണ്, ഞാൻ പഠിക്കുന്നത് കല്യാണം കഴിക്കാനാണ്, ഫുഡ് ഉണ്ടാക്കാനാണ്, കുട്ടികളാണ്. അപ്പൊ ഇതാണ് നിങ്ങൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ. കൺവിൻസ് ആവുമോ അയാള്? ഇല്ല. നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ കൺവിൻസ്ഡ് ആയാൽ മാത്രം മതി. നിങ്ങൾ അയാളെ കൺവിൻസ് ചെയ്യാൻ പോരുത്. പോയാൽ തകർന്നു. പല ബന്ധങ്ങളും ഇന്ന് തകരുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ മനസ്സിലായി എന്ന് അയാളെ ബോധിപ്പിച്ചാൽ മതി. അയാളെ മനസ്സിലാക്കാൻ ഒന്നും ചെയ്യരുത്. മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. അയാളെ മനസ്സിലായെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. പല കസ്റ്റമർ റിലേഷൻഷിപ്പും തകരാനുള്ള കാരണം യു ആർ ട്രൈങ് ടു കൺവിൻസ് യുവർ കസ്റ്റമർ. ഈ വൃത്തികെട്ടവൻ ചെയ്താണ്ടാ നമ്മളെ ഈ കൂട്ടുകാരുമായി ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് അടി കൂടാറുള്ളത് ഇവിടെ വെച്ചാണ്, ഈ ബില്ലിംഗ് കൗണ്ടറിലാണ്. പൈസ കൊടുക്കാനായിട്ട് എടുക്കുമ്പോൾ മറ്റേ ആളും എടുക്കും, രണ്ടുപേരും എടുക്കും, അടി. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? മോനെ എത്രയായി? 36. പക്ഷെ ഈ വൃത്തികെട്ടവൻ ചെയ്താണ്ടാ രണ്ടുപേരുടെ കാർഡ് മേടിച്ചിട്ട് പറയണ അതാണ് ഞാൻ രണ്ടുപേരുടെ പൈസ എടുക്കാന്ന്. അതുകൊണ്ട് എന്തായി? ഞാൻ പറഞ്ഞു നീ എന്റെ കാർഡ് തന്നു, നീ അവന്റെ കാർഡ് എടുത്താൽ മതി കേട്ടാ. ഇനി മുതലേ പൈസ തരാൻ അടി ഉണ്ടാക്കുന്ന കൗണ്ടറിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി, രണ്ടുപേരുടെ ഒന്നും മേടിച്ചാൽ മതി, പ്രശ്നം തീരുന്നില്ലേ? അപ്പോഴേ പേയ്മെന്റ് കൊടുക്കാനായിട്ട് അടി ഉണ്ടാക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എപ്പോഴെന്നറിയോ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോഴാണ്. ഒന്ന് നമ്മുടെ മനസ്സാണ്, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. മറ്റുള്ളവരുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ നമ്മളിങ്ങനെ ശ്രമിക്കും, മറ്റുള്ളവരുടെ ചിന്തകളെയും നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. എന്നാൽ എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും ഇത്രയും, ഈ 4 കാര്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് 4 ഞാൻ കൺട്രോൾ ചെയ്യാത്തടത്താണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഹി മെയ്ഡ് മീ ആംഗ്രി എന്നൊക്കെ പറയില്ലേ, ഇവ എന്നെ ദേഷ്യപ്പെടുത്തി എന്ന് പറയില്ലേ. എങ്ങനെ പെടുത്താൻ പറ്റും? ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ. ദേഷ്യം എന്ന് പറഞ്ഞ ഇമോഷനാണ്. എൻ്റെ ഇമോഷനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇമോഷനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടത്ത് പറയേണ്ട പോലെ പറയാൻ പറ്റണം. പറഞ്ഞില്ലെങ്കിൽ ഇത് മനസ്സിൽ കിടന്ന് വേദനയാവും, ആ വേദന മുറിവാവും, പിന്നെ ഹീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് നമ്മളെ വല്ലാണ്ട് താഴ്ത്തിക്കളയും. ഇതാണ് പല മാനസികമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണം. നമ്മുടെ താഴെയുള്ള മക്കളെ
നമ്മൾ ചേർത്ത് പിടിക്കണം. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് എന്തെന്നറിയോ? നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ഹൃദയവും തന്നു എന്നാ. കാഴ്ചയും കേൾവിയും കണ്ണും ചെവിയും തന്നു എന്നല്ല പറഞ്ഞത്. കാഴ്ചയും കേൾവിയും ഹൃദയവും തന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം കാണേണ്ടതും കേൾക്കേണ്ടതും ഹൃദയം കൊണ്ടാണ്. അല്ലെങ്കിൽ വേണേ പറഞ്ഞൂടെ കാഴ്ചയും കേൾവിയും കണ്ണും കാതും തന്നു? അല്ല, കാണേണ്ടതും കേൾക്കേണ്ടതും ഒരു ലീഡർ ഹൃദയം കൊണ്ടാണ്. ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറയട്ടോ. കേൾക്കേണ്ടതേ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, പറയാത്തതും കേൾക്കണം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, അയാൾ പറയാത്തതും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അയാളെ നമ്മൾ ഉൾക്കൊള്ളണം. അത് കസ്റ്റമർ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ. അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കും. അവിടെയും കൂടെ ഇല്ലെങ്കിൽ ഒരു സമാനമായി. എല്ലായിടത്തും ഇല്ലല്ലോ. നമ്മളതിനെ ജനറലൈസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പനി വന്നു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ പറയാറുള്ളതാണ്. ഇപ്പോൾ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മക്കളെ ഇപ്പോൾ എല്ലായിടത്തും പനിയാണ്. എവിടെ പനി? സംഭവം എൻ്റെ വീട്ടിലേ ഉള്ളൂ പനി. പക്ഷെ പറയുമ്പോൾ എന്തായിരിക്കും? അയ്യോ എല്ലായിടത്തും പനിയാണ് മക്കളെ. അപ്പോൾ ഈ ജനറലൈസിങ് തോട്ട്സ് നമ്മളെ എന്ത് ചെയ്യും? നമുക്ക് പ്രതീക്ഷയില്ലാത്ത രീതിയിൽ നമ്മളെ തളർത്തിക്കളയും. 40 വർഷമായിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയാണ് ദുബായ് തീർന്നു കേട്ടോ, ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല, ദുബായ് ഇനി വലിയ പാടാണ്. പറഞ്ഞവൻ 45 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾക്കിട്ട് ഇങ്ങനെ തരാണ് തലയിൽ, നെഗറ്റീവേ ഫീഡ് ചെയ്ത് തരാണ്. നമ്മൾ കഴിഞ്ഞ മാസം മറ്റേ വിസിറ്റിന് വന്ന് ജോലി സെർച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. ബാഗുമായിട്ട് നിൽക്കുമ്പോഴാണ് ദുബായൊക്കെ പോയി മക്കളെ, എല്ലാം വലിയ പ്രശ്നത്തിലാണ്. ഇത് ജനറലൈസിങ് തോട്ട്സ് ആണ്. ഇത് പറയുന്നവനും അപകടത്തിൽ പെടും, കേൾക്കുന്നവനും പെടും. പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്നവരല്ലേ, പോയിട്ടില്ലേ? എത്രയോ പ്രാവശ്യം പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടുണ്ടാവും അല്ലേ? വണ്ടി ഓടിക്കുന്ന ആളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അറിയാവോ? ഒന്നും അറിയണ്ടാവില്ല. അയാൾ പോകുന്ന പോക്ക് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പേടിയാവും. പക്ഷെ അകത്തിരിക്കുമ്പോൾ നമ്മൾ പേടിച്ചാണോ ഇരിക്കാറ്? ഒന്നുമില്ല. നമ്മൾ വളരെ കൂളായിട്ട് മൊബൈലിൽ കളിച്ച് വഴിയൊക്കെ നോക്കി പോവാറില്ലേ? കാരണം എന്താണ്? ഓടിക്കുന്ന ആളെ കൊണ്ടുള്ള ഒരു വിശ്വാസമാണ്. അയാൾ എന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്നൊരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് സ്ട്രെസ് ഇല്ലാത്തത്. പ്രൈവറ്റ് ബസ്സിൽ ഒരു ഡ്രൈവറിനോട് നമുക്കതുണ്ട്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനോട് പലപ്പോഴും നമ്മളത് കാണിക്കാറില്ല. കാരണം ഡൗട്ട് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നത്. നമ്മളിങ്ങനെ നോക്കും എപ്പോഴും, എവിടെ കൊണ്ടുപോകുന്നു. ഒരു ഫോഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ എന്ത് പേരിട്ടോ വിളിച്ചോ ആ ഫോഴ്സിനെ വിശ്വസിക്കണം, ഉറപ്പിച്ചു വിശ്വസിക്കണം. എന്നിട്ട് ഡ്രൈവറിന്റെ സീറ്റിൽ നിന്ന് മാറി ബാക്ക് സീറ്റിൽ ഇരിക്കണം. നമ്മൾ ഡ്രൈവറിന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ ടെൻഷൻ വരും, ബാക്ക് സീറ്റിൽ ഇരുന്നാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആൾക്കാരെ മാറ്റാൻ സാധിക്കില്ല, നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനേ സാധിക്കുള്ളൂ. ചൂസ് പീപ്പിൾ. യു കാൺട്ട് ചേഞ്ച് പീപ്പിൾ, ബട്ട് യു ക്യാൻ ചേഞ്ച് പീപ്പിൾ. നോക്കൂ, നമ്മൾ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്വപ്നം കാണുന്ന ഒരു ജീവിതം നേടിയെടുക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കും. ഒരു പോയിന്റ് എത്തുമ്പോൾ സ്റ്റക്കാവും. അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ചേഞ്ച് ദോസ് നെഗറ്റീവ് പീപ്പിൾ ഹു ആർ ആക്ച്വലി ഡിസ്കറേജിങ് യു. യു കാൺട്ട് change the mindset of people around you, but you can change the people around you. Choice is yours. വേണ്ട മനുഷ്യരെ ചൂസ് ചെയ്യാൻ, വേണ്ട സുഹൃത്തുക്കളെ, വേണ്ട ബന്ധങ്ങളെ ചൂസ് ചെയ്യാൻ സാധിച്ചാൽ വേണ്ട ചിന്തകളും ഫീലിങ്സും ആക്ഷൻസും എടുക്കാനും സാധിക്കും. അതിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. ഫിസിക്കൽ ബോഡിയെ മാത്രം എക്സസൈസിന് വിധേയമാക്കുന്നത് കൊണ്ട് നമ്മൾ എംപവേർഡ് ആവില്ല. മൈൻഡിനെയും നമ്മൾ എംപവർ ചെയ്യണം, സോളിനെ നമ്മൾ എംപവർ ചെയ്യണം. ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ എപ്പോഴാണോ ഒരാൾക്ക് കിട്ടുന്നത് അപ്പോഴാണ് അയാൾ പീക്ക് പെർഫോമൻസിലേക്ക് മാറുന്നത്. ചിലപ്പോഴെങ്കിലും തോന്നില്ലേ, ഐ റിയലി വോണ്ടഡ് ടു ഡു ഇറ്റ്. പക്ഷെ ചിലപ്പോൾ കുറേ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്തൊരു ലൈഫിനൊരു സുഖമില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാറില്ലേ? കാരണം നമ്മൾ എവിടെയോ ഈ 3 ഫാക്കൽറ്റിയിൽ ഏതൊക്കെയോ ഫാക്കൽറ്റിയിൽ നമ്മളിപ്പോഴും we have been empowered. അപ്പോൾ നമ്മളെ എംപവർ ചെയ്യണമെങ്കിൽ ഈ 3 ഏരിയയിലും നമുക്ക് വ്യക്തമായ എക്സസൈസ് പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ കാണുന്നതിന് മാത്രം വിശ്വസിക്കാൻ പഠിപ്പിച്ച ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോഡക്ട്സ് ആണ്. കാണുന്നത് മാത്രം നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് പടച്ചോനെ എന്ന് ചിലർക്ക് വിശ്വാസം ഇല്ലാത്തത്. കാണിച്ചോ അവിടെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കാനുള്ള കാരണം കാണുന്നതേ വിശ്വസിക്കാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടാ. യഥാർത്ഥത്തിൽ ഐ എം ടെല്ലിങ് യു, നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അകത്ത് ഞാൻ വിശ്വസിക്കുന്നതാണ് പുറത്ത് ഞാൻ കാണുന്നത്. നിങ്ങൾ കാണുന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് മനസ്സുണ്ട്, അപ്പോൾ നിങ്ങളുടെ മനസ്സിന് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ നോൺ ലോക്കൽ ഡൊമൈൻ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം. യുവർ മൈൻഡ് ഈസ് ദെയർ.
അത് ഇവിടെയാണോ എവിടെയാണോ എന്ന് നിങ്ങൾ കണ്ടോളും. പക്ഷെ ആദ്യം വിശ്വസിക്കണം. നിങ്ങൾക്കൊരു മനസ്സുണ്ട്, ആ മനസ്സിന് ഒരു ആരോഗ്യമുണ്ട്.